ഈ കറി തയ്യാറാക്കാനായിട്ട് വെറും 5 മിനിറ്റ് മതി. ഇത് നല്ല എരിവുള്ള എന്തിൻ്റെങ്കിലുമൊക്കെ കൂടെ ബീഫോ ചിക്കനോ പിന്നെ എന്തെങ്കിലും ഫ്രൈ ഐറ്റമിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എടുക്കേണ്ടത് ഒരു മാങ്ങയാണ്, പച്ചമാങ്ങയാണ് നല്ലത്. ഇതൊരല്പം ചെനച്ച് തുടങ്ങിയ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് അത് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ അരയ്ക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ അടുപ്പിച്ച ജീരകം, എരിവിനായിട്ട് 2-3 പച്ചമുളക്, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ള ഉലുവയും ചേർത്തിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൽ ഈ ഉള്ളി നന്നായിട്ട് മൂത്ത് കളർ മാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഒരല്പം കുറച്ച് ചേർത്താൽ മതി. ഞാനിതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അത് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് വേറെ കറിക്ക് വേണ്ടി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ച മാങ്ങ തേങ്ങ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് മൊത്തം 1 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുള്ളൂ അരയ്ക്കാനും പിന്നെ ഈ ഒഴിക്കാനും കൂടെ കണക്കാക്കിയിട്ട്. ഇതങ്ങ് തിളച്ച് വരണ്ട, ഇളക്കി തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ എടുത്ത മാങ്ങ ഒരല്പം ചെനച്ചു തുടങ്ങിയതായതുകൊണ്ട് പുളി ഒരല്പം കുറവാണ്, എന്നാൽ പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തൈരൊന്ന് ഉടച്ചിട്ട് അത് ഒഴിക്കുന്നുണ്ട്, 1/2 കപ്പ് തൈര്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ച് ആ അളവൊന്ന് ശ്രദ്ധിച്ചേക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആകെ കൂടെ ഒരു 5-6 മിനിറ്റ് മതി, അതിനുള്ളിൽ കറി റെഡിയായി കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇച്ചിരി എരിവുള്ള എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ചോറുണ്ണാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.